ഇത് ഞാൻ ഇപ്പോഴാണ് ഡോക്ടറെ കാണുന്നത്. എവിടുന്നാ? ട്രിവാൻഡ്രത്തുന്നാ? ഒറ്റയ്ക്കുള്ളൂ? ഞാനിവിടെ ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനം നടക്കാനുള്ളത് ട്രിവാൻഡ്രത്ത്. ആക്ച്വലി ഞാൻ വന്നത് കാറിലാണെങ്കിലും തിരിച്ചു പോണത് ട്രെയിനിലാക്കാന്ന് വിചാരിച്ചു. പണ്ട് റിപ്പോർട്ടിംഗ് ടൈമില് ഒരുപാട് ഷട്ടടച്ചതായി റൂട്ട്. അപ്പൊ കുറച്ച് നൊസ്റ്റൊക്കെ അടിച്ച് പോകാന്ന് വെച്ചു. ഡോക്ടർ എന്താ ഇവിടെ ട്രിവാൻഡ്രത്ത്? മരണം ഉണ്ടായിരുന്നു. ഒന്നല്ല, 2. നിങ്ങൾക്കറിയാം, അന്ന ചെറിയത്തും അവരുടെ ഗ്രാൻഡ് ഫാദറും സൂയിസൈഡ് ചെയ്തു. ഓ യെസ് യെസ്, ഞാൻ അറിഞ്ഞിരുന്നു. സമ്മേളനത്തിനിടയ്ക്ക് ബ്യൂറോന്ന് വിളിച്ച് പറഞ്ഞിരുന്നു. കഷ്ടായിപ്പോയി. നല്ല ഭാവിയുള്ള കുട്ടിയായിരുന്നു. അവള് വിചാരിച്ച പോലെ പഠിച്ച് നല്ലൊരു സ്ഥാനത്ത് എത്തേണ്ടതായിരുന്നു. അതിനിടയ്ക്ക് ആവശ്യമായിട്ട് ആ പടത്തിൽ തല വെച്ച്. അതുകൊണ്ട് ആ കുട്ടി ആകെ ഒരു സിനിമയിലല്ലേ അഭിനയിച്ചുള്ളൂ. അതുകൊണ്ട് അവൾക്ക് എന്താ സംഭവിച്ചത്? ഡോക്ടർ എത്രത്തോളം ഇൻവോൾവ് ആണ് അവരുടെ കാര്യത്തിൽ എനിക്കറിയാം. അതുകൊണ്ട് ഫാക്ട് അതല്ലാണ്ടാവുന്നില്ലല്ലോ. ഫാക്ട് ഈ അന്നാ ചെറിയത്തിന് എനിക്ക് നന്നപോലെ അറിയാം. ആ കുട്ടി 5 വയസ്സുള്ള സമയം തൊട്ട് എനിക്കറിയാം. നിങ്ങൾക്കറിയാവോ? ഒരു കാര്യമില്ല. 14 വയസ്സ് മുതൽ 23 വയസ്സ് വരെ ഡോക്ടർ അവളെ കണ്ടിട്ടുണ്ട്. ഒരു സ്ത്രീ അവളുടെ സകല ലക്ഷണങ്ങളും കാണിക്കുന്ന പ്രായം. അവളെ വെച്ച് പടം ചെയ്ത രാംമോഹൻ ഡയറക്ടർ എന്റെ സുഹൃത്തെന്ന് പറഞ്ഞ തോന്നിയാസങ്ങളെ ഒരുമിച്ച പാർട്ട്ണർ ഇൻ ക്രൈം. ശ്രീവിഷയത്തിൽ എന്റെ ഗുരുവാണെന്ന് വേണമെങ്കിൽ പറയാം. സോറി. ഡോക്ടറോട് സോറി പറയേണ്ട കാര്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം. ഡോക്ടറോട് ഒരു ഒരേ വന്നപ്പെട്ട നുണ പറയാനേ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ, രാംമോഹൻ ഈ രാംമോഹൻ അവളെ കാസ്റ്റ് ചെയ്തപ്പോ ആദ്യം വിളിച്ചത് തന്നെയാ. ഞാനാ അവളുടെ കോണ്ടാക്ട് അവനെടുത്തു കൊടുത്തു. ഈ രാംമോഹനെ കുറിച്ച് അന്വേഷിച്ച ഇൻഡസ്ട്രിയില് ഡോക്ടർക്ക് അറിയാൻ പറ്റും. അവന്റെ പടത്തിൽ എപ്പോഴും പുതുമുഖ നായികമാരാ. എന്തുകൊണ്ടാ? അവന്റെ കൂടെ കിടക്കാൻ അവന്റെ സെറ്റ് വിട്ട് പുറത്തു പോകത്തില്ല. അവൻ ചാമ്പിയിട്ടുണ്ടാവും. ഡോക്ടറും ഡോക്ടറുടെ കൂട്ടുകാരും അവളെ ഒരുപാട് പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടു കിടക്കാൻ ശ്രമിച്ചു അല്ലേ? പൊത്തിയും പൊതിഞ്ഞു. എന്നിട്ടും അവൾ ആ കൂടുവെട്ട് പൊട്ടിച്ച് പറഞ്ഞു തന്നത് എവിടെയാ? ബ്യൂട്ടി പാർലർ.